Hi all, welcome to English Disha. Question Quest Understanding the Exam Dynamics. ഈ കോഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാക്സിമം PYQs സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം അല്ലേ? ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഇസ് ദ സ്പീക്കർ ഓഫ് ദ ഫോളോയിങ് ലൈൻ ഇൻ പാരഡൈസ് ലോസ്റ്റ് ബുക്ക് 1? The mind is its own place and in itself can make a heaven of hell, a hell of heaven. ഈ ലൈന് ആരാണ്? പാരഡൈസ് ലോസ്റ്റ് ബുക്ക് 1 ഈ ലൈൻ ഉള്ളത്. അതാരാണ് പറഞ്ഞത്? അപ്പം ഇതിൽ നിന്നൊരു ഹിന്റ് കിട്ടി. പാരഡൈസ് ലോസ്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാം അതിൻ്റെ സ്റ്റോറി എന്താണ്. മനുഷ്യന് എങ്ങനെ പാരഡൈസ് നഷ്ടമായി. അതെങ്ങനെയാണ് നഷ്ടമായത്? ഈവ് ഒരു ഫ്രൂട്ട് കഴിച്ച്, ദൈവം പറഞ്ഞിരുന്നു അത് കഴിക്കരുതെന്ന്, അത് ഈവ് കഴിക്കുന്നു. അങ്ങനെ അവരെ സ്വർഗത്തുനിന്ന് ഏർത്തിലേക്ക് പറഞ്ഞേക്കുക, ഗോഡ് പറഞ്ഞു വിടുക. പക്ഷെ അവർ ഫ്രൂട്ട് തിന്നാൻ കാരണം ആരാണ്? സെയ്റ്റനാണ്. സെയ്റ്റനാണ് എല്ലാ എന്താ പറയുക ചീത്ത കാര്യങ്ങളും അവിടെ ചെയ്യുന്നത്. എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് സെയ്റ്റനാണ്. ഓക്കെ, അങ്ങനെ ആലോചിച്ച് വെക്കാം. സെയ്റ്റൻ ഒരു നെഗറ്റീവ് ഇമേജ് ആണ്. പക്ഷേ ഒരു ഹീറോയിക് ആയിട്ടാണ് ജോൺ മിൽട്ടൺ സെയ്റ്റനെ ഈ പോയത്തിലൂടെ പറയുന്നത്. അതൊക്കെ പിന്നീട് മനസ്സിലാക്കാം. നോക്കാം നമുക്ക്. അപ്പോൾ ആൻസർ ഇവിടെ ആർക്കും ആൻസർ അറിയില്ല എന്ന് വിചാരിക്കുക. ഇതെങ്ങനെ നമ്മൾ സോൾവ് ചെയ്യും? ഇതിൽ നമുക്ക് ഉള്ളൊരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഹെവൻ ഓഫ് ഹെൽ എന്ന് പറയുന്നുണ്ട്. ക്യാൻ മേക്ക് എ ഹെവൻ ഓഫ് ഹെൽ. അതായത് ഹെല്ലിനെ കൊണ്ട് നമുക്കൊരു ഹെവൻ ഉണ്ടാക്കാം. അങ്ങനെ നരകം കൊണ്ട് നമുക്കൊരു സ്വർഗം ഉണ്ടാക്കാന്ന്. അത് പറയാൻ ചാൻസ് ഉള്ളത് വേറെ ആരുമല്ല, സെയ്റ്റനാണ്. അപ്പൊ ആൻസർ എന്താണ് വരിക? സെയ്റ്റൻ. നോക്കാം. പാരഡൈസ് ലോസ്റ്റ് ആരാണ് എഴുതിയത്? ജോൺ മിൽട്ടൺ. അതിന്റെ ഓപ്പണിംഗ് ലൈൻ ഒന്ന് നമ്മൾ നോക്കി വെക്കാം. മിക്കവാറും ചോദിക്കലുണ്ട് ഒരു ഓപ്പണിംഗ് ലൈൻ എന്നിട്ട്, അതും ഫേമസ് ആയിട്ടുള്ള പോയത്തിൻ്റെ മാത്രം ഓപ്പണിംഗ് ലൈനാണ് അവർ ചോദിക്കുക. പാരഡൈസ് ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫേമസ് ആയ പോവാണ്. അതിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ ഇതെന്തായാലും ഓർമ്മിച്ച് വെക്കാം. ഓഫ് മാൻസ് ഫസ്റ്റ് ഡിസൊബീഡിയൻസ് ആൻഡ് ദ ഫ്രൂട്ട് ഓഫ് ദാറ്റ് ഫോർബിഡൻ ട്രീ. ഇതിൽ ഈ വരി കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഏത് പോയത്തിൻ്റെതാണ്? പാരഡൈസ് ലോസ്റ്റ്. ഓക്കെ, ഇനി ഓർഡർ ഞാൻ പറഞ്ഞു. ഫസ്റ്റ് പബ്ലിഷ് ചെയ്തത് 1667 അത് 10 ബുക്സിലായിരുന്നു ഫസ്റ്റ് പബ്ലിഷ് ചെയ്തത്. ദെൻ അത് റിവൈസ് ചെയ്തു, 12 ബുക്സിലേക്കാക്കി മാറ്റി. എപ്പം? 1674 റിവൈസ് ചെയ്ത് പബ്ലിഷ് ചെയ്തു. ഇനി ഇതിൻ്റെ ജോൺറെ ഏതാണ്? എപ്പിക് പോവാണ്. ഇൻ ബ്ലാങ്ക് വേഴ്സ്, റിട്ടൺ ഇൻ ബ്ലാങ്ക് വേഴ്സ്. മറന്നു പോകരുത്, അതൊക്കെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതാണ്. ഇനി അതിൻ്റെ തീമാണ് അടുത്ത സബ്ജക്റ്റ്. അതിൻ്റെ സമ്മറി ഞാൻ നേരത്തെ പറഞ്ഞു, അതൊന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. അതാണ് സമ്മറി. ദെൻ ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആരാണ്? സെയ്റ്റൻ, ആഡം, ഈവ്, ഗോഡ്, ജീസസ്. ഇനിയും ബിൽസിബബ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്യാരക്ടേഴ്സ് ഏഞ്ചൽസ് ആണ്, അതൊക്കെ വരുന്നുണ്ട്. എന്നാലും ഞാനൊന്ന് മെയിൻ ക്യാരക്ടേഴ്സിനെ മാത്രം പറഞ്ഞതാണ്. പറ്റുമെങ്കിൽ എല്ലാവർക്കും അത് ഫുള്ളൊന്നും വായിക്കാൻ പറ്റില്ല. പറ്റുമെങ്കിൽ പാരഡൈസ് ലോസ്റ്റിൻ്റെ സമ്മറി നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദ പെൻ നെയിംസ് ഓഫ് ദ റൈറ്റേഴ്സ് ഇൻ ലിസ്റ്റ് 1 വിത്ത് ദെയർ റിയൽ നെയിംസ് ഇൻ ലിസ്റ്റ് 2. ലിസ്റ്റ് 1 കൊടുത്തിരിക്കുന്നത് പെൻ നെയിമാണ്, അതായത് ഡ്യൂപ്ലിക്കേറ്റ് നെയിം. പണ്ടൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് നെയിം ആയിരുന്നു റൈറ്റേഴ്സ് കൊടുക്കൽ. പണ്ടല്ല, ഇപ്പോഴും അങ്ങനെ ചില റൈറ്റേഴ്സൊക്കെ അങ്ങനെ കൊടുക്കാറുണ്ട്. ദെൻ ഒറിജിനൽ നെയിം ലിസ്റ്റ് 2 കൊടുത്തിട്ടുണ്ട്, അത് മാച്ച് ചെയ്യാം. ഇത് നമുക്ക് ഇതിൽ നോക്കാം ഏതിൻ്റെ ഒക്കെ അറിയാൻ പറ്റും നോക്കാം. ഇത് ഏതെങ്കിലും ഈ ഓപ്ഷനിൽ 2 ആൾക്കാരുടെ ഇത് അറിഞ്ഞാൽ മതി. ഒരു 2 ആൾക്കാരുടെ ഇത് കിട്ടിയാൽ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞുതരാം ഇതെങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. നോക്കാം. സാമുവൽ ക്ലെമൻസ്, മാരി ഇവാൻസ്, എല്ലിസ് ബെൽ, എറിക് ബ്ലെയർ. അതിലെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും മാരി ഇവാൻസ് എല്ലാവരും കേൾക്കാൻ എന്താ പറയുക, കേൾക്കേണ്ട ഒരു നെയിമാണ്. മാരി ഇവാൻസ് ജോർജ് എലിയട്ടിൻ്റെ പെൻ നെയിമാണ്, ജോർജ് എലിയട്ട്. ഇനി എല്ലിസ് ബെൽ. എല്ലിസ് ബെല്ലും എന്തായാലും കേട്ടിട്ടുണ്ടാവും. എമിലി ബ്രോണ്ടെ സിസ്റ്റേഴ്സിലെ അതിൽ എമിലി ബ്രോണ്ടിൻ്റെ പെൻ നെയിമാണ് എല്ലിസ് ബെൽ. ഇനി നമുക്ക് 2 നമുക്ക് കിട്ടി, ബാക്കി 2 നമുക്ക് അറിയില്ല എന്ന് വെക്കാം. നമ്മൾ എങ്ങനെ ഓപ്ഷൻസ് നോക്കും? നമുക്കിപ്പം ഏതൊക്കെ ആയിരുന്നു കിട്ടിയത്? മേരി ഇവാൻസും എല്ലിസ് ബെല്ലും ആണ്. മേരി ഇവാൻസ് ബി ഏതാണ്? മേരി ഇവാൻസ് ആരുടെ നെയിമായിരുന്നു? ജോർജ് എലിയറ്റ്. B4 ആണ്. B4 വരുന്ന ഓപ്ഷൻ നോക്കാം. യെസ്, B4 വരുന്നത് ഓൺലി 3rd ഓപ്ഷൻ ആണ് B4 വരുന്നുള്ളൂ. അപ്പം നമുക്ക് ഉറപ്പിക്കാം ആൻസർ ഏതായിരിക്കും? 3rd ഓപ്ഷൻ ആയിരിക്കും.
ഒന്നും അറിയേണ്ട ആവശ്യമില്ല, ഒരാളെ പെന്നെയും പറഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടിയില്ലേ? കിട്ടിയോ? യാ. അപ്പം നമുക്ക് ആൻസർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കാം. ദ തേർഡ് ഓപ്ഷനാണ് ആൻസർ വരുന്നത്, സാമുവൽ ക്ലെമൻസ്. മാർക്ക് ട്വെയിനിൻ്റെ പെൻ നെയിമാണ് എന്ത്? സാമുവൽ ക്ലെമൻസ്. ഇനി മാർക്ക് ട്വെയിൻ എന്ന് കേട്ടാൽ തന്നെ നമ്മൾ 2 ബുക്സാണ് നമ്മൾ ആലോചിച്ച് വെക്കുക, ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയറും ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബെറി ഫിന്നും. ഇത് രണ്ടും എഴുതിയത് മാർക്ക് ട്വെയിൻ ആണ്. നമ്മളെല്ലാവരും വായിച്ച, ചെറുപ്പത്തിലൊക്കെ വായിച്ച ഒരു സ്റ്റോറി ആയിരിക്കും ഇത്, ഒന്ന് ജസ്റ്റ് മൈൻഡിൽ വെക്കാം. ഇനി എറിക് ബ്ലെയർ, ജോർജ് ഓർവെലിൻ്റെ പെൻ നെയിമാണ് എറിക് ബ്ലെയർ. അതാരായിരുന്നു? ആനിമൽ ഫാം. നമ്മൾ പഠിച്ചായിരിക്കുമല്ലേ ഈ ഡിഗ്രിക്ക് ആനിമൽ ഫാം പഠിക്കാത്ത ആൾക്കാരുണ്ടാവില്ല. അപ്പം ആനിമൽ ഫാമും പിന്നെ 1984 എന്ന് പറഞ്ഞ നോവൽ എഴുതിയിട്ടുണ്ട്. അതും എഴുതിയത് കുറേ ഇവരുടെയൊക്കെ കുറേ നോവൽസ് ഉണ്ട്. പക്ഷെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള നോവൽസിൻ്റെ നെയിമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി മാരി ആൻഡ് ഇവാൻസ് എന്ന് പറഞ്ഞാൽ ജോർജ് എലിയട്ടിൻ്റെ പെൻ നെയിമാണ്, മാരി ആൻഡ് ഇവാൻസ്. ഓക്കെ, അപ്പം ജോർജ് എലിയട്ട് എന്ന് മൈൻഡിൽ കേട്ടാൽ തന്നെ നമ്മൾ ആലോചിച്ച് വെക്കേണ്ട നോവൽസ് ആണ് ഏതൊക്കെ? മിഡിൽ മാർച്ച്, സിലാസ് മാണർ, ദ മിൽ ഓൺ ദ ഫ്ലോസ്. പറയാ, എൻ്റെ കൂടെ തന്നെ പറഞ്ഞോ, മിഡിൽ മാർച്ച്, സിലാസ് മാണർ ആൻഡ് ദ മിൽ ഓൺ ദ ഫ്ലോസ്. ഇതിൻ്റെ ഒക്കെ പബ്ലിഷ് ചെയ്ത ഇയർ നിങ്ങൾ നോക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇയർ നോക്കുക. ഓക്കെ, നിങ്ങൾക്കുള്ള ഡ്യൂട്ടിയാണ്. ദെൻ എല്ലിസ് ബെൽ ആരെ പെൻ നെയിമാണ്? എമിലി ബ്രോണ്ടേൻ്റെ. അപ്പോൾ എമിലി ബ്രോണ്ടേ എന്ന് പറഞ്ഞ നെയിം നമ്മുടെ മൈൻഡിൽ നമ്മൾ കേട്ട പാട് തന്നെ നമുക്ക് ആലോചിച്ച് വെക്കേണ്ട ഒരു നോവലാണ് വുതറിംഗ് ഹൈറ്റ്സ്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു നോവലാണ്. അതെന്തായാലും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. വുതറിംഗ് ഹൈറ്റ്സ് ആരതാണ്? എമിലി ബ്രോണ്ടേ. ഇനി ബ്രോണ്ടേ സിസ്റ്റേഴ്സ് ആരൊക്കെയായിരുന്നു? ഷാർലറ്റ് ബ്രോണ്ടേൻ്റെ പെൻ നെയിമാണ് കറർ ബെൽ. ഇനി അന്നെ ബ്രോണ്ടേ ഉണ്ട്, അത് ആക്ടൺ ബെൽ. അതൊന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രഞ്ച് റവല്യൂഷൻ ടുക്ക് പ്ലേസ് ഇൻ, ഏതാണ് ഇയർ? ജസ്റ്റ് ഫ്രഞ്ച് റവല്യൂഷൻ ഏത് ഇയറിലാണെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക. ഏത് ഇയറിലാണ്? 1789. അപ്പം ഫ്രഞ്ച് റവല്യൂഷൻ 1789 to 1799 അതുവരെ ആയിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ. അത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക. ഇതിൽ വലിയ എക്സ്പ്ലനേഷൻ ഒന്നും തരാൻ മാത്രമില്ല. ഒരു ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇയർ ആണ് ഫ്രഞ്ച് റവല്യൂഷൻ 1789. അത് അങ്ങനെ തന്നെ പഠിക്കുക. ഓക്കെ, അടുത്തത്, സർ റോജർ ഡി കോവർലി ഇസ് എ ഫിക്ഷണൽ ക്യാരക്ടർ ഡിവൈസ്ഡ് ബൈ. സർ റോജർ ഡി കവർലി എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണ്, ഒരാൾ ഉണ്ടാക്കിയ ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള ക്യാരക്ടറാണ്. അത് ആരാണ് ആ ക്യാരക്ടറിനെ ഉണ്ടാക്കിയത്? നോക്കാം, ഓപ്ഷന് നോക്കാം, എന്നിട്ട് നിങ്ങൾ വായിക്കണേ ഓപ്ഷൻസ്, നമുക്ക് ആൻസർ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ സർ റോജർ ഡി കവർലി എന്ന് പറഞ്ഞിട്ടുള്ള ഫിക്ഷണൽ ക്യാരക്ടറിന് ഉണ്ടാക്കിയത് ജോസഫ് ആഡിസൺ ആണ്. നോക്കാം. സർ റോജർ ഡി കവർലി ഈസ് എ ഫിക്ഷണൽ ക്യാരക്ടർ ക്രിയേറ്റഡ് ബൈ ജോസഫ് ആഡിസൺ ആൻഡ് റിച്ചാർഡ് സ്റ്റീൽ. ശരിക്കും ഇവർ രണ്ടു കൂടാണ് ഈ ക്യാരക്ടറിനെ ഉണ്ടാക്കിയത്. റിച്ചാർഡ് സ്റ്റീൽ എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ദെൻ ചിലപ്പോൾ അവർ ജോസഫ് ആഡിസൺ എന്ന് മാത്രമായിരിക്കും കൊടുക്കുക, അന്നേരം അത് കൊടുക്കുക. ഇവർ രണ്ടാളും ഉണ്ടാക്കിയ ഒരു ക്യാരക്ടറാണ് സർ റോജർ ഡി കവർലി. ഈ അപ്പിയേഴ്സ് ഇൻ ദ ഏർലി 18th century പീരിയോഡിക്കൽ ദ സ്പെക്ടേറ്റർ. സ്പെക്ടേറ്ററിലാണ് ആ ഒരു ക്യാരക്ടർ അപ്പിയർ ചെയ്തിട്ടുള്ളത്. സ്പെക്ടേറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പീരിയോഡിക്കൽ ആയിരുന്നു. ഇത് ജോസഫ് അഡിസണും സ്റ്റീലും കൂടെ എന്താ പറയുക, പബ്ലിഷ് ചെയ്ത ഒരു പീരിയോഡിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മാസിക, വാരിക എന്നൊക്കെ പറയില്ലേ, വീക്ക്ലി ആയിരിക്കും ചിലപ്പം വരുന്നത്. ഇപ്പോൾ വനിത പോലത്തുള്ള ഒരു പബ്ലിക്കേഷൻ ഒക്കെ ഉണ്ടാവില്ലേ, വനിതയൊക്കെ എല്ലാവർക്കും അറിയുന്നല്ലേ. അപ്പോൾ അതുപോലത്തെ ഒരു പീരിയോഡിക്കലാണ് സ്പെക്ടേറ്റർ, വിച്ച് വാസ് പബ്ലിഷ്ഡ് ബിറ്റ്വീൻ 1711 ആൻഡ് 1712. 1711 മുതൽ 1712 വരെ ആയിരുന്നു അത് പബ്ലിഷ് ചെയ്തിരുന്നത്. നോക്കിയോ, ദേ co-founded the influential periodical The Spectator. നമ്മൾ പറഞ്ഞു 1711 to 1712 അവർ രണ്ടാളും കൂടിയാണ് ഇത് ചെയ്തത്. Then Richard Steele also founded the Tatler 1709, to which Addison contributed. ഇനി ടാറ്റ്ലർ എന്ന് പറഞ്ഞത് ആരാണ് ഫൗണ്ട് ചെയ്തത്? റിച്ചാർഡ് സ്റ്റീലാണ്. ഓക്കെ, റിച്ചാർഡ് സ്റ്റീലാണ് അത് ഫൗണ്ട് ചെയ്തത്. ദെൻ അതിൽ ആഡിസൺ
കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് പല ഇപ്പം എസ്സേസ് ആവട്ടെ അങ്ങനെയൊക്കെ ആഡ്സൺ എഴുതിയിട്ടുണ്ട്. ദെൻ ബോത്ത് സപ്പോർട്ടഡ് ദ വിഗ് പൊളിറ്റിക്കൽ പാർട്ടി. അന്നേരം ഇപ്പോഴുള്ള ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയിലെ അതുപോലെ ഇവർ രണ്ടാളും സപ്പോർട്ട് ചെയ്ത പൊളിറ്റിക്കൽ പാർട്ടി, അന്നത്തെ പൊളിറ്റിക്കൽ പാർട്ടി ആയിരുന്നു വിഗ് പൊളിറ്റിക്കൽ പാർട്ടി. ജസ്റ്റ് ആലോചിച്ച് വെക്കുക. ദെൻ ഞാൻ പറയുന്നത് ദ സ്പെക്ടേറ്ററും ദ ടാറ്റ്ലറും എപ്പോഴും ചോദിക്കുന്ന 2 പീരിയോഡിക്കൽസ് ആണ്, അത് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ റോട്ട് ദ സെമിനൽ വർക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം? അത് ആരെഴുതിയ വർക്കാണ്? നോക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം, ബുക്കിന്റെ നെയിം ആലോചിച്ച് വെച്ചേ, വർക്കിന്റെ നെയിം മൈൻഡിൽ വെക്കാം. നോക്കാം നമുക്ക്. ആൻസർ ഇസ് ഐ.എ. റിച്ചാർഡ്സ്. ഐ.എ. റിച്ചാർഡ്സ് വാസ് എൻ ഇൻഫ്ലുവൻഷ്യൽ ഇംഗ്ലീഷ് ലിറ്റററി ക്രിട്ടിക്. ലിറ്റററി ക്രിട്ടിക് ആണ് ആര്? ഐ.എ. റിച്ചാർഡ്സ്. കീ ഫിഗർ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ന്യൂ ക്രിറ്റിസിസം. ന്യൂ ക്രിറ്റിസിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവ്മെന്റിന്റെ ഒരു കീ ഫിഗർ ആണ് ആര്? ഐ.എ. റിച്ചാർഡ്സ്. ഐ.എ. റിച്ചാർഡ്സ് എന്ന് കേട്ടാൽ നമ്മുടെ മൈൻഡിൽ വരേണ്ടത് ന്യൂ ക്രിറ്റിസിസം. ഓക്കെ. എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്ലോസ് റീഡിങ്. ഇനി ക്ലോസ് റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം കൊണ്ടുവന്നത് ആരാണ്? ഐ.എ. റിച്ചാർഡ്സ് ആണ്. ഇനി അവരുടെ മേജർ വർക്ക്സ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം 1924 ആൻഡ് പ്രാക്ടിക്കൽ ക്രിറ്റിസിസം 1929. ആ ഇയേഴ്സ് ആലോചിച്ച് വെക്കുക. ഈ 2 വർക്കും ഇമ്പോർട്ടൻ്റ് ആണ്, ആലോചിച്ച് വെക്കുക, മറന്നു പോകരുത്. ഈ ന്യൂ ക്രിറ്റിസിസം എന്താണെന്ന് നമുക്കൊന്ന് ചുരുക്കി പറയാം. ന്യൂ ക്രിറ്റിസിസം ഈസ് എ ലിറ്റററി തിയറി ദാറ്റ് എംഫസൈസസ് ക്ലോസ് റീഡിംഗ് ആൻഡ് അനാലിസിസ് ഓഫ് എ ടെക്സ്റ്റ് ഫോം. എന്താണ് ന്യൂ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ? ക്ലോസ് റീഡിങ്, പിന്നെ ഒരു ടെക്സ്റ്റിൻ്റെ ഫോമിനെ അനലൈസ് ചെയ്യാം. അതായത് ആ ടെക്സ്റ്റിനെ ഹിസ്റ്ററിക്കൽ കോണ്ടെക്സ്റ്റ് വെക്കാണ്ട് ഇപ്പോൾ ആ ടെക്സ്റ്റ് ഏത് കാലത്ത് എഴുതി, എന്തിനാണ് അന്ന് എഴുതിയത് എന്നൊന്നും നോക്കുന്നില്ല. പിന്നെ ആ ടെക്സ്റ്റിൻ്റെ ഓതറിനെ പറ്റി ആരും നോക്കുന്നില്ല. ഒരു ടെക്സ്റ്റ് വായിക്കേണ്ടത് അതിൻ്റെ ഫോം നോക്കിയിട്ടാണ്. അതായത് ഇറ്റ് ഫോക്കസസ് ഓൺ ദ ടെക്സ്റ്റ് ഇറ്റ് സെൽഫ് ആസ് എ സെൽഫ് കണ്ടെയ്ൻഡ് വർക്ക് ഓഫ് ആർട്ട്, പ്രയോറിറ്റൈസിങ് എലമെന്റ്സ് ലൈക്ക് ഇമേജറി, സിംബലിസം, ഐറണി. അപ്പം ഇവർ മെയിനായിട്ട് ന്യൂ ക്രിട്ടിക്സ് മെയിനായിട്ട് നോക്കുന്നത് ഒരു ബുക്ക് വായിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ബുക്ക് നമ്മൾ എങ്ങനെ വായിക്കാം, അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യേണ്ടത് അതിൻ്റെ ഇമേജറിയിലും സിംബലിസം, ഐറണി, ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാണ്ട് അതാരാ എഴുതിയത്, അത് ഏത് ഹിസ്റ്ററിക്കൽ കോണ്ടെക്സ്റ്റിലാണ് എഴുതിയത്, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓൺലി അതിൻ്റെ ഫോം മാത്രമാണ് നോക്കേണ്ടത് എന്നാണ് ന്യൂ ക്രിറ്റിസം നമ്മളോട് പറഞ്ഞത്. ഓക്കെ. നെക്സ്റ്റ്, ഇത് മാച്ച് ദ ഫോളോയിങ് ആണ്, മാച്ച് ചെയ്യുക. ഇതിൽ ഒരു ഹിന്റ് എന്ന് പറഞ്ഞാൽ ടിൻഡൻ അബെ നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ് എഴുതിയത്? വില്യം വേർഡ്സ്വർത്ത്. ടിൻഡൻ അബെ എഴുതിയത് വില്യം വേർഡ്സ്വർത്ത് ആണെന്ന് അറിയാത്ത ആരുമില്ല. എന്തായാലും അത് ആലോചിച്ച് വെക്കാം. ഓക്കെ. അപ്പം D1 ആന്ന് നമുക്ക് കിട്ടി. സോ D1 2 ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 3യും അതിലേതെങ്കിലും ഒരു ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. അപ്പം ഇതിൽ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് എലിമിനേറ്റ് ചെയ്ത് പോക്കണം ഒരു ഓപ്ഷന്. അതെങ്ങനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യും? അപ്പം നമുക്ക് ഒരു പോം കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. നോക്കാം. നമുക്ക് അറിയുന്ന ഒരു പോം നോക്കാം. കുബ്ലഖാൻ ഒരു ഫേമസ് ആയിട്ടുള്ള പോമാണ്. ആരത്? S.T. കോളറിഡ്ജിൻ്റെതാണ്. ഏത് പോം? കുബ്ലഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള പോം. അപ്പം 2 ഓപ്ഷൻ നമുക്ക് കിട്ടി. D1 എന്നും കിട്ടി, C2 എന്നും കിട്ടി. D1ഉം C2ഉം ഏത് ഓപ്ഷനാന്ന് നോക്കാം. ഓപ്ഷൻ 3 അല്ല, കാരണം D1ഉം C3ഉം ആണ്. അപ്പോൾ ഓപ്ഷൻ 3 കട്ട്. ഓക്കെ. ഇനി ഓപ്ഷൻ ശരി ഉത്തരം ഏതാണ്? ഇതാ C2 D1 വരുന്ന ഏതാണ്? ഓപ്ഷൻ 1 ആണ്. അപ്പം ആൻസർ ഓപ്ഷൻ 1 ആണ്. ഇനി നമുക്ക് ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യാം. ദ പ്ലഷേഴ്സ് ഓഫ് ഹോപ്പ് ആരാണ് എഴുതിയത്? 1799 എഴുതിയതാണ്. തോമസ് ക്യാമ്പൽ ആണ് ദ പ്ലഷേഴ്സ് ഓഫ് ഹോപ്പ് എഴുതിയത്. ഇനി അടുത്ത പ്രാവശ്യം വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് ഇതിന്റെ ഇയർ ആയിരിക്കും. അതായത് ദ പ്ലഷേഴ്സ് ഓഫ് ഹോപ്പ് 1799 ആലോചിച്ച് വെക്കാം. ഇനി അടുത്ത ദ ലേഡി ഓഫ് ദ ലേക്ക് എഴുതിയത് 1810 ഓക്കെ 1810 ആരാണ്? സർ വോൾട്ട് സ്കോട്ട് ആണ് എഴുതിയത്. ഇനി കുബ്ലഖാൻ ഓർ എ വിഷൻ ഇൻ എ ഡ്രീം എന്നാണ് അതിന്റെ ഫുൾ ടൈറ്റിൽ. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം വരാൻ ചാൻസ് ഉള്ളത് കുബ്ലഖാന്റെ സബ് ടൈറ്റിൽ എന്താണ് എന്നായിരിക്കും. അപ്പം കുബ്ലഖാൻ ഓർ എ വിഷൻ ഇൻ എ ഡ്രീം എന്നാണ്. വിഷൻ ഇൻ എ ഡ്രീം എ ഫ്രാഗ്മെന്റ്. ഓക്കെ. എ ഫ്രാഗ്മെന്റ് കൂടെ ഉണ്ട്. അതിന്റെ ഇയർ എന്ന് പറഞ്ഞാൽ 1816 പബ്ലിഷ് ചെയ്ത് ആരാണ് ഓദർ? S.T. കോളറിഡ്ജ്. ഇനി ടിൻഡൻ അബേന്റെ ഫുൾ നെയിം നോക്കിയേ. ദ ലൈൻസ് റിട്ടൺ
എ ഫ്യൂ മൈൽസ് അബൌട്ട് ടിൻറ്റൻ അബേ 1798. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഇതിന്റെ ഫുൾ നെയിം ആയിരിക്കും ചോദിക്കുക. അപ്പോൾ എല്ലാവരും ആലോചിച്ച് വെക്കുക. ലൈൻസ് റിട്ടൺ എ ഫ്യൂ മൈൽസ് അബൌട്ട് ടിൻറ്റൻ അബേ 1798. ആരാണ് എഴുതിയത്? വില്യം വേർഡ്സ്വർത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ which of the following poems does Belinda, a famous character, appear? ബെലിൻഡ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ അപ്പിയർ ചെയ്തത് ഏത് പോത്തിലാണ്? നോക്കാം ഏത് പോത്തിലാണെന്ന്. ഓപ്ഷൻ വായിക്കുക, ആൻസർ നോക്കാം. ബെലിൻഡ ഈസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ റേപ്പ് ഓഫ് ദ ലോക്ക്. റേപ്പ് ഓഫ് ദ ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോത്തിൽ വന്ന ക്യാരക്ടറാണ് ആര്? ബെലിൻഡ. ഇനി റേപ്പ് ഓഫ് ദ ലോക്ക് എന്ന് പറഞ്ഞാൽ മോക്ക് എപ്പിക് ആണ്. മോക്ക് എപ്പിക് പോ ആണ്. ആരെയോ കളിയാക്കിക്കൊണ്ട് എഴുതിയത്, അതിനാണ് മോക്ക് എപ്പിക് പോം എന്ന് പറയാം. മോക്ക് എപ്പിക് പോ ആണ് ബൈ അലക്സാണ്ടർ പോപ്പ്. ഇനി അലക്സാണ്ടർ പോപ്പിന്റെ മെയിൻ വർക്ക്സ് എന്ന് പറഞ്ഞാൽ പാസ്റ്റൽസ്. ഡേറ്റ് പബ്ലിഷ് ചെയ്ത ഡേറ്റ് നോക്കാം. അത് ഞാൻ ക്രോണോളജിക്കൽ ഓർഡറിലാണ് കൊടുത്തത്. വേണമെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ എന്താ പറയുക, അദ്ദേഹത്തിന്റെ വർക്ക് ക്രോണോളജിക്കലായിട്ട് എഴുതാനായിരിക്കും, വേണമെങ്കിൽ ചൂസ് ചെയ്യാനായിരിക്കും പറയുക. അപ്പോൾ പാസ്റ്ററൽസ് ആണ് ഫസ്റ്റ് പബ്ലിഷ് ചെയ്തത്. ദെൻ എൻ എസ്സേ ഓൺ ക്രിറ്റിസം, ദ റേപ്പ് ഓഫ് ദ ലോക്ക്, ദെൻ എൻ എസ്സേ ഓൺ മാൻ, എൻ എപ്പിസിൽ ടു ഡോക്ടർ അർബത്നെറ്റ്, ദ ഡൻസിയാഡ്. ഓക്കെ, ഇനി ഈ ഓപ്ഷനിലുള്ള ഹുഡിബ്രാസ് എഴുതിയത് ആരാണ്? ഹുഡിബ്രാസ് 1663 സാമുവൽ ബട്ട്ലർ എഴുതിയ പോമാണ് ഹുഡിബ്രാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതും അതുപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് ആണ്. ഏതെങ്കിലും രണ്ടെണ്ണം അറിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഓക്കെ, നോക്കാം. സെയിലിംഗ് ടു ബൈസൻഷ്യം ആരാണ് എഴുതിയത്? ആഷ് വെനസ്ഡേ ഉണ്ട്, യുലീസസ് ഉണ്ട്, സൺസ് ആൻഡ് ലവേഴ്സ് ഉണ്ട്. സൺസ് ആൻഡ് ലവേഴ്സ് എഴുതിയത് DH ലോറൻസ്. അതുപോലെ തന്നെ യുലീസസ് എഴുതിയത് ജെയിംസ് ജോയ്സ്. സെയിലിംഗ് ടു ബൈസൻഷ്യം WB യീറ്റ്സ് ആണ് എഴുതിയത്. ആഷ് വെനസ്ഡേ TS എലിയട്ടും ആണ് എഴുതിയത്. ഇനി നമുക്ക് ഏതെങ്കിലും രണ്ടെണ്ണാണ് അറിയുള്ളൂ. അപ്പോൾ യുലീസസ് എഴുതിയത് ആരായിരുന്നു? ജെയിംസ് ജോയ്സ് ആണ്. അതുപോലെ തന്നെ സൺസ് ആൻഡ് ലവേഴ്സ് എഴുതിയത് DH ലോറൻസ് ആണ്. C4ഉം D2ഉം വരുന്ന ഓപ്ഷൻ നോക്കൂ. യെസ്, ഓപ്ഷൻ 2 ആണ് C4ഉം D2ഉം വരുന്നത്. മനസ്സിലായോ ഓപ്ഷൻ എങ്ങനെ എടുക്കുക എന്നുള്ളത്? അതിന് നമുക്ക് ഏതെങ്കിലും ഒന്നോ രണ്ടോ സാധനം അറിയേണ്ടി വരും. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് പോക്കണം. എലിമിനേഷൻ ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് പോക്കാം, എന്നിട്ട് ആൻസർ ചൂസ് ചെയ്യാം. നോക്കൂ, സെയിലിംഗ് ടു ബൈസൻഷ്യം 1927 WB യീറ്റ്സ് എഴുതിയ പോമാണ്. ഇനി ദ സെക്കൻഡ് കമ്മിങ്ങും അവരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോമാണ് 1920. ഇനി ആഷ് വെനസ്ഡേ എഴുതിയത് TS എലിയട്ട് ആണ്. TS എലിയറ്റിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണേ, ഇയേഴ്സും വായിച്ചു നോക്കാം. അതുപോലെ തന്നെ ദ വേസ്റ്റ് ലാൻഡ് പബ്ലിഷ് ചെയ്തത്, വേസ്റ്റ് ലാൻഡ് ഇമ്പോർട്ടൻറ്റ് ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ്. വേസ്റ്റ് ലാൻഡ് പബ്ലിഷ് ചെയ്തത് 1922, മറക്കണ്ട 1922. അത് ഇപ്പം തന്നെ ആലോചിച്ച് വെക്കാം. ക്വസ്റ്റ്യൻ വേസ്റ്റ് ലാൻഡ് ഇല്ലാണ്ട് ഒരു എക്സാം ഇല്ല. അടുത്തത് യുലീസസ് എന്ന് പറഞ്ഞാൽ നോവലുണ്ട്. യുലീസസ് എന്ന് പറഞ്ഞിട്ടുള്ള പോമുണ്ട്. യുലീസസ് നോവൽ എഴുതിയത് ജെയിംസ് ജോയ്സ് ആണ് 1920. ഇനി യുലീസസ് പോം എഴുതിയത് ആൽഫ്രഡ് ലോർഡ് ടെനിസൺ 1842. അത് മറക്കരുതേ. ദെൻ ജെയിംസ് ജോയ്സിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോവൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, പോർട്രേറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ ഉണ്ട്. സോറി, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. അത് നോവലാണ് 1916. ദെൻ സൺസ് ആൻഡ് ലവേഴ്സ് DH ലോറൻസിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ് ഞാൻ താഴെ കൊടുത്തിട്ടുള്ളത്. വായിച്ചു നോക്കാം, മസ്റ്റ് ആണ്, എന്തായാലും അത് റീഡ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള വേണമെങ്കിൽ ഞാൻ താഴെ തന്ന വർക്ക്സ് എന്നായിരിക്കും. സോ എല്ലാവരും വായിക്കുക. നെക്സ്റ്റ്, സർ തോമസ് മോർസ് യൂട്ടോപ്പിയ എന്നും പറയും, ഉറ്റോപ്പിയ എന്നും പറയും. ഉറ്റോപ്പിയ ഇസ് എ ബുക്ക് റിട്ടൺ ഇൻ എത്ര വോളിയംസിലാണ് ഈ ബുക്ക് എഴുതിയത്? ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഡബിൾ വോളിയംസ് ആണ്. തോമസ് മോറിന്റെ യൂട്ടോപ്പിയ വാസ് ഒറിജിനലി പബ്ലിഷ്ഡ് ഇൻ 1516 ആൻഡ് കൺസിസ്റ്റ് ഓഫ് 2 ബുക്സ് ആണ്. ഇനി എന്താണ് യൂട്ടോപ്പിയ എന്ന് പറഞ്ഞ ടേം എന്താണ് നോക്കാം. യൂട്ടോപ്പിയ എന്ന് പറഞ്ഞിട്ടുള്ള ടേം എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയൽ ആയിട്ടുള്ള സിറ്റി, ഒരു കച്ചറയില്ല, പീപ്പിൾസ് ജനങ്ങളൊക്കെ ഭയങ്കര കമ്പനിയിൽ ഹാർമണിയിൽ ഐക്യത്തോടെ ജീവിക്കുന്ന ഒരു സിറ്റി ഉണ്ടാവും. ഒരു പ്രശ്നവും കച്ചറയൊന്നും ഇല്ലാതെ അങ്ങനത്തെ ഒരു സിറ്റി ഉണ്ടാവില്ല. പക്ഷേ അതൊരു ഐഡിയൽ ഫിക്ഷണൽ സിറ്റിയാണ്.
ഒരു ഐഡിയൽ സിറ്റി, പക്ഷേ ഫിക്ഷനിലാണ്, ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതിനാണ് നമ്മൾ യുട്ടോപ്പിയ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി യുട്ടോപ്പിയന്റെ ഒരു ഓപ്പോസിറ്റ് നെയിമാണ് ഡിസ്റ്റോപ്പിയ. ഡിസ്റ്റോപ്പിയൻ സിറ്റി എന്ന് പറഞ്ഞാൽ, ഡിസ്റ്റോപ്പിയ എന്ന് പറഞ്ഞാൽ, ഡിസ്റ്റോപ്പിയൻ സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുൾ ആയിട്ടുള്ള കാവോസും ഫുള്ള് പ്രശ്നങ്ങളായിരിക്കും ആ സിറ്റിയിൽ. ഓക്കെ, ജസ്റ്റ് ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞാണേ. അടുത്തത്, പിക്ക് ദ ഓഡ് വൺ ഔട്ട് വിത്ത് റിഗാർഡ് ടു വില്യം ഷേക്സ്പിയർ. ഇപ്പം നമുക്കറിയാം വില്യം ഷേക്സ്പിയറിന്റെ എന്താണ് വർക്ക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കാം. 12th നൈറ്റ്, ഒതെല്ലോ, ഹാംലെറ്റ്, കിങ് ലിയർ. നമുക്ക് ഏറ്റവും കേട്ട് പരിചയമുള്ള 3 നെയിംസ് എന്ന് പറഞ്ഞാൽ ഒതെല്ലോ, ഹാംലെറ്റ്, കിങ് ലിയർ. കാരണം അത് ട്രാജഡിയാണ്. അപ്പം നമുക്ക് അത് 3 എന്താക്കാം, എലിമിനേറ്റ് ചെയ്ത് പോക്കാം. അപ്പം ആൻസർ 12th നൈറ്റ് ആണ്. 12th നൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമഡിയാണ്. ഓക്കെ, ബാക്കി 3 ട്രാജഡിയാണ്, മറന്നു പോകാതെ. ഇത് അത്രേ ഉള്ളൂ. ഓഡ് വൺ ഔട്ട് ഇസ് 12th നൈറ്റ്, ഒതെല്ലോ, ഹാംലെറ്റ് ആൻഡ് കിങ് ലിയർ. കിങ് ലിയർ ഇസ് 12th നൈറ്റ്. അപ്പോൾ പറഞ്ഞു. സോറി, ഞാൻ നേരത്തെ വായിച്ച് തെറ്റിയിട്ടുണ്ട് കേട്ടോ. ജോൺട്ര, സോറി, 12th നൈറ്റ് കോമഡിയും ബാക്കി 3 ട്രാജഡിയും. അത്രാണേ. എന്തൊക്കെയോ പറഞ്ഞു പോയി, മിസ്റ്റേക്ക് ആയിപ്പോയി, സോറി. അടുത്ത, ഓക്കെ, വില്യം ഷേക്സ്പിയറിന്റെ വർക്ക്സ് നോക്കാം. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്രോണോളജിക്കൽ ഓർഡറിൽ നോക്കി വെക്കുക. ഇതെല്ലാം ഓരോന്ന് പറയാനുള്ള നേരമില്ല. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് നിങ്ങൾക്ക് തരുന്ന ഒരു ഡ്യൂട്ടിയാണ്. നിങ്ങൾ എന്തായാലും ഇത് പഠിക്കണം. ഷേക്സ്പിയറിന്റെ വർക്ക്സ് ഒന്നും അറിയാണ്ട് നമ്മൾ ലിറ്ററേച്ചർ എടുത്തിട്ട് എന്ത് കാര്യം? അപ്പോൾ എല്ലാവരും ഇത് പഠിക്കുക. ഇനി, വിച്ച് ഓഫ് ദ ഫോളോയിങ് പീരിയഡ് ഇസ് നോൺ ആസ് ജക്കോബിയൻ ഏജ്? ജക്കോബിയൻ ഏജ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലുള്ള ഒരു പീരിയഡ് ആണ്. അത് ഏത് ഇയറിലാണ് വരുന്നത്? നോക്കാം. ആൻസർ, the Jacobean age refers to the period in English history during the reign of King James I. King James I എന്ന കിങ് ഭരിച്ച ഒരു പീരിയഡ് ആണ് ഏത്? ജേക്കബിയൻ ഏജ് എന്ന് പറയുന്നത്. അതേതാണ് ഇയർ? 1603 to 1625. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വേണമെങ്കിൽ വരാം, എലിസബത്തൻ പീരിയഡ് ആയിരിക്കും. ചിലപ്പോൾ അവർ ചോദിക്കുക മോഡേൺ പീരിയഡ് അപ്പാണ്, ചിലപ്പം വിക്ടോറിയൻ പീരിയഡ് ആയിരിക്കും. സോ ഈ പീരിയഡ്, ഓരോ പീരിയഡ്സ് ഇല്ലേ, ഈ എല്ലാ പീരിയഡ്സും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതറിയാണ്ട് ആരും എക്സാം ഹാളിലേക്ക് പോവണ്ട. ഈ പീരിയഡ്സ് പഠിക്കാണ്ട് ഒരു കുട്ടി പോലും അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? നമ്മൾ ലിറ്ററേച്ചർ എടുത്തിട്ട് ഇതറിയില്ല എന്ന് പറഞ്ഞാൽ പോകേണ്ട ആവശ്യമില്ല, പോകണ്ട, എക്സാം എഴുതണ്ട. അതുകൊണ്ട് എല്ലാവരും ഇത് പഠിക്കുക. ഇത് എന്തായാലും പഠിക്കുക പ്ലീസ്. ഇത് റിക്വസ്റ്റ് ആണ്. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരും. വെറുതെ എന്തിനാ നമ്മൾ പിന്നെ നമ്മുടെ മാർക്ക് കൊണ്ടുവച്ച് കളയുന്നത്? അപ്പോൾ എല്ലാവരും പീരിയഡ്സ് പഠിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ്, മാച്ച് ദ ഫോളോയിങ് എന്ന് കണ്ടാൽ നിങ്ങൾ അങ്ങനെ സമാധാനിക്കണം. കാരണം 2 അറിഞ്ഞാൽ അല്ലെങ്കിൽ 1 അറിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടി, അത്ര ഉള്ളൂ. നോക്കാം. നേരത്തെ ഞാൻ വില്യം ഷേക്സ്പിയറിന്റെ ലിസ്റ്റ് തന്നിട്ടുണ്ട്, പഠിച്ചോന്ന് പറഞ്ഞിട്ട്. നോക്കൂ, ക്വസ്റ്റ്യൻ വന്നത് വില്യം ഷേക്സ്പിയറിനുണ്ട്, ക്രിസ്റ്റഫർ മാർലോ ഉണ്ട്, ബെൻ ജോൺസൺ, ജോൺ ലിലി. നോക്കാം, നമുക്ക് മാച്ച് ചെയ്ത് നോക്കാം. അറിയുന്നത് നോക്കാം. വില്യം ഷേക്സ്പിയർ ലവ്സ് ലേബേഴ്സ് ലോസ്റ്റ് ആണ് വില്യം ഷേക്സ്പിയറിന്റെ ഒരു പ്ലേ ആണത്. ദെൻ നമുക്ക് നോക്കാം അത് വരുന്ന, അതായത് C1 വരുന്ന ഓപ്ഷൻ നോക്കാം. C1 2 ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. അപ്പം 1 നമുക്ക് എലിമിനേറ്റ് ചെയ്ത് പോക്കണം. ദെൻ ക്രിസ്റ്റഫർ മാർലോ, എഡ്വാർഡ് ടു ആണ് ക്രിസ്റ്റഫർ മാർലോ എഴുതിയ പ്ലേ. സോ നമുക്ക് A2ഉം C1ഉം വന്നത് ഓപ്ഷൻ 1 ആണ്. സോ ബാക്കിയൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് പോക്കാം. ഇനി ആൻസർ നോക്കാം. നോക്കൂ, ക്രിസ്റ്റഫർ മാർലോ എഡ്വാർഡ് ടു ട്രാജഡിയാണ് 1592 എഴുതിയത്. ഇനി അദ്ദേഹം എഴുതിയ കുറച്ച് പ്ലേ അതിൻ്റെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ടെമ്പർലൈൻ, ദ ജ്യൂ ഓഫ് മാൾട്ട, ഡോക്ടർ ഫോസ്റ്റസ് ഇമ്പോർട്ടൻറ്റ്. ദെൻ ദ ജ്യൂ ഓഫ് മാൾട്ടയും ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിസ്റ്റഫർ മാർലോ, പിന്നെ ഷേക്സ്പിയർ, ബെൻ ജോൺസൺ, ഈ 3 ആൾക്കാരും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരുടെ വർക്ക്സ് നിങ്ങൾ പഠിച്ചു വെക്കണം, അത് മസ്റ്റ്, നിർബന്ധമാണ്. ബെൻ ജോൺസൺ എഴുതിയ കോമഡിയാണ് വോൾപോൺ 1606. ഇനി എവറി മാൻ ഇൻ ഹ്യൂമർ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ആൽക്കമിസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പിക്കീൻ ഓർ
എപ്പിസീൻ എന്ന് വായിക്കും, എപ്പിക്വൈൻ എന്ന് വായിക്കും, എപ്പിക്കീൻ എന്ന് വായിക്കും. പല പ്രൊനൗൺസിയേഷൻ ഉണ്ട്, സാരല്ല. ഓർ ദ സൈലന്റ് വിമൻ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. ഇയർ നോക്കിയേക്കാം. വില്യം ഷേക്സ്പിയർ ലവ് ലേബേഴ്സ് ലോസ്റ്റ് പറഞ്ഞു. ജോൺ ലില്ലി എൻഡിമിയോൺ. ലില്ലി അല്ല, ജോൺ ലില്ലി എഴുതിയ പ്ലേ ആണ് എൻഡിമിയോൺ, 1588. ദെൻ സെയിം നെയിമില് ജോൺ കീറ്റ്സ് ഒരു പോം എഴുതിയിട്ടുണ്ട്, 1818. ആലോചിച്ച് വെക്കാട്ടോ, പഠിക്കണേ, ഇതൊക്കെ നിങ്ങൾ പഠിക്കണേ. അടുത്തത് സാവിത്രി, എ ലിറ്റററി എപ്പിക് ഇൻ ഇംഗ്ലീഷ് വാസ് റിട്ടൺ ബൈ. സാവിത്രി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിറ്റററി എപ്പിക്, ഒരു ഇതിഹാസമാണ്. അത് ആരാണ് എഴുതിയത്? അപ്പം നമുക്ക് മനസ്സിലാക്കാം. സാവിത്രി എന്ന് കേട്ടാൽ ഇതൊരു ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം ആരാ ആൻസർ. ആരാണ് എഴുതിയത്? ശ്രീ ഓറബിൻഡോ. ഓറബിൻഡോ ആണ് എന്തെഴുതിയത്? സാവിത്രി, എ ലെജൻഡ് ആൻഡ് എ സിംബൽ. അത് ഹോമാണ്, 1950 എഴുതിയ ഹോമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് ഇതിന്റെ ഇയർ ആയിരിക്കും, അല്ലെങ്കിൽ ഇതിന്റെ ജോൺറ ആയിരിക്കും. പോം, എപ്പിക് പോം, അല്ലെങ്കിൽ ഇയർ 1950. എന്തായാലും ആലോചിച്ച് നോക്കണേ. സാവിത്രി ഇമ്പോർട്ടൻറ്റ്. ഇനി മേജർ വർക്ക്സ്. ഇദ്ദേഹം മെയിനായിട്ട് യോഗനെയൊക്കെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. നോക്കാം. ദ ലൈഫ് ഡിവൈൻ വിച്ച് ഡീൽസ് വിത്ത് ഫിലോസഫിക്കൽ ആസ്പെക്ട് ഓഫ് ഇന്റഗ്രൽ യോഗ. ദെൻ എഴുതിയ വർക്ക്സ് ആണ് സിന്തസിസ് ഓഫ് യോഗ. ജസ്റ്റ് കൊടുത്താണ്, ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാവിത്രി, എ ലെജൻഡ് ആൻഡ് എ സിംബൽ. ഇത് ഒട്ടുമിക്ക പിന്നെ എക്സാമിന് വരുന്ന ചോദ്യമാണ്. നെക്സ്റ്റ്, the Indian woman writer was awarded a Booker Prize for Literature in Translation in the year 2022. 2022 ഇന്ത്യൻ റൈറ്ററിന് ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതെന്തിനാണ്? ട്രാൻസ്ലേറ്റ്, അതായത് ഇംഗ്ലീഷിലേക്ക് ആളെ എഴുതിയ വർക്ക് ഹിന്ദിയിലായിരുന്നു, പക്ഷെ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പൊ ആ ട്രാൻസ്ലേഷനാണ് ബുക്കർ പ്രൈസ് കിട്ടിയത്. അതാരാണ് ആ റൈറ്റർ? നോക്കാം നമുക്ക്. ഗീതാഞ്ജലി ശ്രീ. The winner of the 2022 International Booker Prize is Tomb of Sand ആണ് ബുക്ക് പ്രൈസ് കിട്ടിയത്. നോവലാണ്, 2018 പബ്ലിഷ് ചെയ്തത് ബൈ ഗീതാഞ്ജലി ശ്രീ. ട്രാൻസ്ലേറ്റഡ് ഫ്രം ഹിന്ദി ടു ഇംഗ്ലീഷ് ബൈ ഡെയ്സി റോക്ക്വെൽ ആണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. Got it? അടുത്ത ക്വസ്റ്റ്യൻ. Who was the first recipient of Sahitya Academy Award for Literature in English? ഫസ്റ്റിൽ തന്നെ ഇംഗ്ലീഷ്, അതായത് സാഹിത്യ അക്കാഡമി അവാർഡ്, അതെന്തായാലും ഇന്ത്യൻ ബോർഡ് കൊടുക്കുന്ന ഒരു അവാർഡാണ് സാഹിത്യ അക്കാഡമി അവാർഡ്. അവർ ഫസ്റ്റ് ഇംഗ്ലീഷ് നോവലിന് കൊടുത്ത അവാർഡ് ആർക്കാണ്? ഇംഗ്ലീഷിന് കൊടുത്ത, അതായത് ഇംഗ്ലീഷ് റൈറ്റിംഗ്സിന് കൊടുത്ത അവാർഡ് ആർക്കാണ്? നോക്കാം. R.K. Narayan. The first recipient of Sahitya Academy Award in English Literature was R.K. Narayan in 1960. 1960 he received the award for his novel The Guide. The Sahitya Academy is a prestigious literary honor in India. ഇന്ത്യയിൽ കൊടുക്കുന്ന ഒരു അവാർഡാണ്. റെക്കഗ്നൈസിങ് ഔട്ട്സ്റ്റാൻഡിങ് ലിറ്റററി വർക്ക്, നല്ല ലിറ്റററി വർക്ക്സിന് കൊടുക്കുന്ന അവാർഡാണ്. ഇൻ വേരിയസ് ഇന്ത്യൻ ലാംഗ്വേജസ് ഇൻക്ലൂഡിങ് ഇംഗ്ലീഷ്. ഇന്ത്യൻ ലാംഗ്വേജസ് ആണ് മെയിൻ ആയിട്ട് നോക്കുന്നത്, പക്ഷേ ഇൻക്ലൂഡിങ് ഇംഗ്ലീഷും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആർ കെ നാരായൺ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇത് ആർ കെ നാരായണനെ പഠിക്കാണ്ട് പോകണ്ടേ നിങ്ങൾ. ആർ കെ നാരായൺ ഇൻവെന്റഡ് ദ ഫിക്ഷണൽ ടൗൺ ഓഫ് മാൽഗുഡി. മാൽഗുഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിക്ഷണൽ ടൗൺ ഉണ്ടാക്കിയ ആളാരാണ്? ആർ കെ നാരായൺ ആണ്. ദെൻ മാൽഗുഡി ഈസ് എ സ്മോൾ ടൗൺ ഇൻ സൗത്ത് ഇന്ത്യ. ബാക്കിയൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണേ. സൗത്ത് ഇന്ത്യയിലാണ് മാൽഗുഡി എന്ന് പറഞ്ഞ സ്മോൾ ടൗൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഫിക്ഷണൽ ആണ്, റിയൽ അല്ല, നോട്ട് റിയൽ, ദാറ്റ് ഈസ് ഫിക്ഷണൽ ടൗൺ. അത് മാൽഗുഡി എന്ന് പറഞ്ഞ ടൗൺ ശരിക്കും ഇല്ല, പക്ഷെ ആർ കെ നാരായൺ ക്രിയേറ്റ് ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക നോവൽസിലും മാൽഗുഡിയാണ് സെറ്റിംഗ് ആയിട്ട് വരുന്നത്. ദെൻ നോക്കാം. ഇതൊക്കെയാണ് ആർ കെ നാരായണന്റെ വർക്ക്സ്. ഈച്ച് ആൻഡ് എവ്രി വർക്ക് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എല്ലാത്തിൻ്റെ ഇയറും പഠിക്കാം, വർക്ക്സും പഠിക്കാം. എന്തായാലും എന്തെങ്കിലും ഒരു കോഡ് വെച്ചിട്ട് എങ്ങനെങ്കിലും പഠിക്കാൻ നോക്കാം. ഇനി സ്വാമി ആൻഡ് ഫ്രണ്ട്സ്
Bachelor of Arts, The Dark Room, The English Teacher, Mr. Sampath, The Financial Expert, Waiting for Mahatma, The Guide, The Man-Eater of Malgudi, The Vendor of Sweets, The Painter of Science, A Tiger for Malgudi. ഇതൊക്കെ കണ്ടോ, മാൽഗുഡി മാൽഗുഡി തന്നിട്ടുള്ളത്. അപ്പൊ അത് കേട്ടാൽ തന്നെ ആർ കെ നാരായൺ. എല്ലാ വർക്ക്സും നോക്കാം. ഓക്കെ, ദെൻ ആർ കെ നാരായണന്റെ ട്രിലജി ആ സൈഡിൽ ഞാൻ ചെറുങ്ങനെ കൊടുത്തിട്ടില്ലേ, അത് എഴുതിയ ട്രിലജി ഉണ്ട്. അത് കൺസിസ്റ്റ് ഓഫ് സ്വാമി ആൻഡ് ഫ്രണ്ട്സ്, ദ ബാച്ചിലർ ഓഫ് ആർട്സ്, ദ ഇംഗ്ലീഷ് ടീച്ചർ. ഇത് മൂന്നും അതായത് ഒരു സീരീസ് പോലെ മൂന്നും ഏകദേശം സെയിം ആയിട്ട് വരുന്ന ഒരു കോണ്ടന്റ് ബുക്കാണ്. അതുകൊണ്ടാണ് അതിനെ ട്രിലഗി എന്ന് പറയുന്നത്. അതായത് മൂന്ന് ബുക്ക് ട്രിലഗി. അപ്പം ട്രിലജി ഇഷ്ടമുള്ള പ്രൊനൗൺസിയേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പറയാം. അപ്പം അതിൽ ഏതൊക്കെയാണ് വരുന്നത്? സ്വാമി ആൻഡ് ഫ്രണ്ട്സും, ദ ബാച്ചിലർ ഓഫ് ആർട്സ്, ദ ഇംഗ്ലീഷ് ടീച്ചർ. മറന്നുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത് തന്നെ പറയുന്നത്. എന്തുകൊണ്ടാണ്? എന്തായാലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ആർ കെ നാരായണ ഇല്ലാണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഞാൻ നെറ്റ് എഴുതിയ എക്സ്പീരിയൻസിൽ പറയാം, നെറ്റിന് വരെ വന്നത് ആർ കെ നാരായണൻ ഇല്ലാണ്ട് ഒരു ക്വസ്റ്റ്യൻ ഇല്ല അവർക്ക്. അപ്പോൾ എന്തായാലും നിങ്ങളെ PG എൻട്രൻസിനൊക്കെ എന്തായാലും വരാൻ ചാൻസ് ഉള്ള ഒരു ഓഥറാണ് ആര്? ആർ കെ നാരായൺ. സോ നമ്മൾ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു, അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ പറഞ്ഞു. ആ എക്സ്പ്ലനേഷനിൽ തന്നെ ഇനി വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ എക്സ്പ്ലനേഷൻ ഒക്കെ നിങ്ങൾ കറക്റ്റ് വായിക്കുക, എല്ലാ ക്വസ്റ്റ്യനും ഒന്നുകൂടെ വായിക്കുക. അത് തിരിച്ചും മറിച്ചും തന്നെയാണ് ചോദിക്കുള്ളൂ. ഇതൊക്കെ ഇവരുടെ ഇൻട്രസ്റ്റഡ് ഏരിയാസ് ആണ്. ഇതിൽ നിന്നല്ലാണ്ട് അവർ ചോദിക്കാൻ ചാൻസ് ഇല്ല. എന്തായാലും ഇത് തന്നെ മാറ്റി മറിച്ചും ഒക്കെ അവർ ചോദിക്കും. അപ്പം നിങ്ങൾ ഈ പ്ലാറ്റ്ഫോം ഇംഗ്ലീഷ് ദിശയെക്കുറിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇവിടുന്ന് പറഞ്ഞു തരും, നിങ്ങളത് പഠിക്കുക. നമ്മൾ തരും മെറ്റീരിയൽസ്. നിങ്ങളെ പണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് എക്സ്പ്ലനേഷൻ ആണ്. അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്താണ്, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുകയാണെങ്കിൽ അത് അറിയിക്കണേ. സോ ഇന്നത്തെ സെഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു അടുത്ത സെഷനിൽ നമുക്ക് കാണാം കേട്ടോ. അപ്പം താങ്ക് യു.